നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആൾ ഞാനല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാണ്. അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സികൾ സ്പ്രെഡ് ചെയ്യാതിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ് ബിജു ഫവാനം, അതുപോലെ ശ്രീകുമാർ SP, ഇവർക്കെതിരെ വന്ന പീഡന പരാതി. ആരാണ് ഈ കേസ് കൊടുത്തത്? അപ്പോൾ ഉപ്പും മുളകിലെ സെറ്റിൽ തന്നെയാണ് ഈ സംഭവം നടന്നത് എന്ന ഏകദേശ ധാരണയുടെ പുറത്താണ് എല്ലാവരും അതിന് അഭിനയിക്കുന്ന നടീനടന്മാരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ചില വാർത്താ ചാനലിൽ വന്നിരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ആ നടി കുറച്ച് നാളായിട്ട് ആ സീരിയൽ അഭിനയിക്കുന്നില്ല, ഇടയ്ക്ക് വന്നതിന് ശേഷം പോയി എന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ അതിലഭിനയിക്കുന്ന ഗൗരി എന്ന നടിയാണ് ഈ പരാതി കൊടുത്തത് എന്ന് എല്ലാവരും ഒരു ഫലത്തിൽ പറയുന്ന അവസ്ഥയിലേക്ക് വന്നു. സോഷ്യൽ മീഡിയയിൽ ഈ ഏതെങ്കിലും ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടെത്തുക സർവ്വസാധാരണയാണ്. അങ്ങനെ കണ്ടെത്തിയതാണ് ഗൗരി. ഏതായാലും ഗൗരി അവസാനം വന്ന് പറയുന്നു, അത് ഞാനല്ല അങ്ങനെ ചെയ്തത് എന്ന് ഗൗരി പറയുന്നിടത്ത് അതിന് പുഷ്പമായി. അങ്ങനെ ബാക്കി പലരും ഉപ്പുമുളകിൽ അഭിനയിക്കുന്ന ബാക്കി പലരും തന്നെ ഇപ്പം പ്രേക്ഷകരുടെ കണ്ണിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും പല വ്യക്തികളെ പറ്റി കമൻറ്റ് പറയുന്നത് കണ്ടു. ഇത് കൃത്യമായിട്ട് ആരാണെന്നറിയില്ല. ഇങ്ങനെയുള്ള കേസിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്, എല്ലാവരും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഏതായാലും ഗൗരിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഹായ്, ഞാൻ ഗൗരി. ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂസ് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കെതിരെ ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്. സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം, എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല. അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സ് ഇല്ലാത്തത്, എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ഷിംല വരെ. ഞാൻ 20th റിട്ടേൺ വന്നതേ ഉള്ളൂ. വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു. 24th വരെയുള്ള എപ്പിസോഡ്സിൽ ഞാൻ പാർട്ടുമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ ഇല്ലായിരുന്നത്. ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാവും. ഈവൻ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും. സോ അതാണ് സംഭവം. പിന്നെ ഈ നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആള് ഞാനല്ല. അപ്പൊ ഇന്നലെ തന്നെ ഗൗരിയുടെ പേരായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻ്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നത്. നമ്മൾ പ്രത്യേകിച്ച് പേരുകളൊന്നും, കാര്യം എല്ലാവരും സംശയത്തിൻ്റെ നേരില്ല, പിന്നെ കൃത്യമായിട്ടൊരു പേരില്ല. പിന്നെ നിയമത്തെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ പരാതിക്കാരുടെ പേര് പറയാൻ പാടില്ല, അവരുടെ ചിത്രങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് നിയമത്തിൻ്റെ നമുക്കൊരു വശമുണ്ട്. പക്ഷേ ഈ ആരാണോ ആരോപണ വിധേയർ ഇവരുടെ ചിത്രങ്ങൾ കൊടുക്കാം, അവരെ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കാം, മാധ്യമങ്ങൾക്ക് എടുത്തിട്ട് അലക്കാം. ഇന്നലെ തന്നെ വാർത്തകൾ വന്നത് ഇവർ ലൈംഗിക അതിക്രമം കാട്ടി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വാർത്തകൾ വന്നത്. ഇവർക്ക് രണ്ടുപേർക്കെതിരെ കേസ്. പക്ഷേ നമ്മുടെ റിട്ടയേർഡ് SP ആയിരുന്ന ജോർജ് ജോസഫ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന പ്രകാരം ഇത് ഒരു ലൈംഗിക അതിക്രമം അല്ല, ഇതൊരു ചിത്രമെടുത്തതിൻ്റെ പേരിലുള്ള പ്രശ്നമാണ്. റഫുമാരത്തെ എന്നെങ്ങാണ്ട് ചിത്രമെടുക്കുക അങ്ങനെ എങ്ങാണ്ട് ഒരു കേസാണ്. അതുപോലെ ശ്രീകുമാറിനെതിരെയുള്ള പരാതി എന്ന് പറയുന്നത് അദ്ദേഹം ദേഷ്യപ്പെട്ടു, അദ്ദേഹം തട്ടിക്കേറി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിനെതിരെ പരാതി എന്ന് പറയുന്നത്. ബിജു ഫവാനത്തിനെതിരെ ചിത്രമെടുത്തു എന്നുള്ള പരാതിയും നിലനിൽക്കുന്നതായിട്ടാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ വാക്കുകൾ കൃത്യമായിരിക്കാം, കാരണം പുള്ളി റിട്ടയേർഡ് SP ആണ്. അപ്പം പോലീസുകാരുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ളവരാകാം. അപ്പം അനാവശ്യമായ കാര്യങ്ങളിലൊന്നും പുള്ളി പറയത്തില്ല എന്ന് നമുക്ക് തോന്നും. ഏതായാലും പുള്ളിയുടെ വാക്കുകൾ നമുക്ക് അതൊന്ന് കേൾക്കാം. കേട്ടതിന് കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരം ഏകദേശം നമുക്ക് കിട്ടും. രണ്ടുപേർക്കെതിരായി FIR അവർ ലൈംഗിക അതിക്രമം കാണിച്ചിരിക്കുന്നത് അവർ ഡ്രസ്സ് മാറുന്നിടത്തോടെയോ മൊബൈലോ ക്യാമറയോ വെച്ച് അവരുടെ ഫോട്ടോ എടുത്തു എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അവരെ ലൈംഗികമായി അവരെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് 376 റേപ്പിൻ്റെ പരിധിയിലല്ല കാര്യങ്ങൾ വരുന്നത്. ഇയാളുടെ സുഹൃത്ത് ശ്രീകുമാർ SP ആ നടിയെ ഭീഷണിപ്പെടുത്തി. തീർച്ചയായിട്ടും ആ ഭീഷണി ഇൻറ്റിമിഡേഷനാണ്, ഭീഷണിയാണ്. അത് 506(2) വകുപ്പിനകത്ത് വരും. ഞാൻ പറയുന്ന പ്രകാരം ഇത് ഒരു ലൈംഗിക അതിക്രമം ആയിട്ട് വരുന്നതല്ല, ഇതിനകത്ത് ഒരു ചിത്രം എടുത്തതിൻ്റെ പേരിലുള്ള പ്രശ്നമാണ്. അപ്പം ഇന്നലെ പീഡന പരാതി എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും എടുത്തിട്ട് അലക്കിയത്.
സത്യം പറഞ്ഞാൽ എന്ത് കഷ്ടമാണെന്ന് ആലോചിക്കണം. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിയില്ല. ഒരു സ്ത്രീ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നു, അത് അന്വേഷിച്ചതിന് ശേഷം പോരെ ഇവരെയൊക്കെ ക്രൂശിക്കുന്നത്. നമ്മൾ നിവിൻ പോളിയുടെ കാര്യം കണ്ടു. അവൻ ആ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കണ്ടെത്തി പോലീസ് കുറ്റക്കാരനല്ലെന്ന് കണ്ട് നിവിൻ പോളി വിടുന്നു. അതുപോലെ വേറെ പല കേസുകൾ ഏമ കമ്മിറ്റി വന്നതിന് ശേഷം ദിനംപ്രതി കേസുകളുടെ ബഹളമായിരുന്നു. ഓരോ ദിവസവും ഓരോ 8ഉം 10ഉം പേരുടെ പേര് പറഞ്ഞുകൊണ്ടിരുന്നു. ചിലവരൊക്കെ ജാമ്യത്തിൽ ഇറങ്ങി. അവരെ എടുത്ത് നമ്മളിട്ട് അങ്ങ് അലക്കി അവരുടെ പഴയകാല ചരിത്രങ്ങൾ എടുത്തിട്ട് കൊണ്ടുവന്നു. അതുപോലെ ഓരോരോ വിഷയങ്ങൾ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കേസ് വരുമ്പം അതിൻ്റെ സത്യാവസ്ഥയൊന്നും ആരും നോക്കാറില്ല. ഇവർക്കെതിരെ കേസ് ഇപ്പം ശ്രീകുമാറിനെതിരെ ഭീഷണിപ്പെടുത്തി എന്നുള്ള പരാതിയാണ് നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പീഡന പരാതിയുടെ പേരിൽ പീഡനം എന്ന് കേട്ട് കഴിയുമ്പോൾ ആൾക്കാർ ഇന്ന നടിയെ ഭീഷണിപ്പെടുത്തി ഇതിനെതിരെ പരാതി എന്ന് വാർത്ത വന്നിരുന്നെങ്കിൽ ഭീഷണിപ്പെടുത്തതല്ലേ ഉള്ളൂ എന്ന് ആൾക്കാർ വിചാരിച്ചില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പീഡന പരാതിയുടെ കൂട്ടത്തിൽ തന്നെയാണ് ശ്രീകുമാറിൻ്റെ പരാതി എഴുതി ചേർത്തത്. അപ്പം ശ്രീകുമാറും ഇതിനകത്ത് കുറ്റക്കാരനായി. അപ്പം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്കറിയില്ല. പീഡനം, ലൈംഗിക അതിക്രമം എന്നൊക്കെ കാണുമ്പം ആൾക്കാർക്ക് പ്രത്യേക ഒരു വൈബാണ് ഇത് കേൾക്കാനും പറയാനും. പ്രത്യേകിച്ച് സീരിയലിലും സിനിമയിലും ഒക്കെയുള്ള താരങ്ങളാണെങ്കിൽ അവർക്ക് ഇച്ചിരി അറിയാനുള്ള ആഗ്രഹങ്ങൾ കൂടും. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ ഈ കുറ്റങ്ങൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവരാണ് നമ്മൾ. അപ്പോൾ അതങ്ങ് പെട്ടെന്ന് കാട്ടുതീ പോലെ പടർന്നു വന്നിരിക്കും. അവസാനം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പം SP ആയിരുന്ന വ്യക്തി പറയുന്നു ഇതുപോലെ ഇങ്ങനെയുള്ള കേസാണ്, അത് പീഡനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ല, കയറി പിടിച്ചത് ഒന്നുമല്ല എന്ന് പറയുന്നു. അപ്പം ഞാനിതാണ് പറയുന്നത്, ഒരു കേസ് ആർക്കെതിരെ വേണമെങ്കിലും, ഇപ്പോൾ ആ സെറ്റിൽ നടന്നത് എന്താണെന്ന് നമുക്കറിയില്ല. ഉപ്പും മുളകും എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു സീരിയലാണ്. അതിലെ അംഗങ്ങളെല്ലാം നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ പരിചിതമാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്കെതിരെയൊക്കെ ആരോപണം വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം തോന്നും. അപ്പോൾ ആ സെറ്റിലൊക്കെ സാധാരണ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുമോ എന്നൊക്കെയുള്ള നമുക്ക് സംശയമാണ്. അപ്പോൾ ഈ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി എടുക്കണം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ കുറ്റം ചെയ്യുന്നതിന് മുമ്പ് ഇവർ കുറ്റക്കാരാണോ എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഇവരെ ക്രൂശിക്കാനും പാടില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പം തന്നെ പോലീസുകാർ പൊതുവെ ഇതിനെപ്പറ്റി ഒരു മുൻധാരണ ഇല്ലാതെ തന്നെ ഒന്ന് അന്വേഷിക്കുക, ഇതിൻ്റെ സത്യാവസ്ഥ വല്ലതും ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇവർക്കെതിരെ കേസ് ചാർജ് ചെയ്യുക എന്നുള്ള നടപടിക്രമങ്ങളെങ്കിലും സ്വീകരിക്കാം. കാരണം ബിജു സോപാനത്തിൻ്റെ കൂടെ തന്നെയാണ് ശ്രീകുമാറിൻ്റെ പേര്. ശ്രീകുമാറിൻ്റെ കുറ്റം എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള കുറ്റം. അപ്പോൾ ഏത് രീതിയിൽ ഭീഷണിപ്പെടുത്തി? അങ്ങോട്ട് കയറി നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഭീഷണിയായി അല്ലേ? അപ്പോൾ ആ രീതിയിലാണ്. അതിനിടയ്ക്ക് സ്നേഹയില്ലേ, ശ്രീകുമാറിൻ്റെ ഭാര്യ സ്നേഹ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പടം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീകുമാറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ പോസ്റ്റ് തന്നെയാണ് പടം തന്നെയാണ് പങ്കുവെച്ചത്. അതിന് താഴെയും പല കമൻറ്റുകളും വന്നു, അയാൾ ഇതിനകത്ത് പെട്ടുപോയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം സ്നേഹയെ സംബന്ധിച്ച് ഭാര്യ ശ്രീകുമാറിൻ്റെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ആ ഫോട്ടോ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ പരിഹാസമാകും. നാളെ ഇത് ശരിയാണോ തെറ്റാണെന്ന് തെളിഞ്ഞാൽ പോലും അല്ലെങ്കിൽ ശരിയാണെങ്കിൽ ക്രൂശിക്കട്ടെ, അതിന് തക്ക ശിക്ഷ കൊടുക്കട്ടെ. പക്ഷേ ഇത് സത്യമല്ലെങ്കിൽ ഇവർ ചുമ്മാതെ ആരോപണം ഏതെങ്കിലും മുൻവരാഗത്തിൻ്റെ പേരിലൊക്കെ ഇങ്ങനെയുള്ള കേസുകൾ കൊടുക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവരെ ക്രൂശിക്കുന്നത് വളരെയധികം കഷ്ടമാണ്. പ്രത്യേകിച്ച് പുരുഷനായി ജനിച്ചു എന്നതിൻ്റെ പേരിൽ ഇവരെ ക്രൂശിക്കുന്നവരുടെ എണ്ണം ഇനി നാൾക്ക് നാൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഞാനിത് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഞാനിപ്പോഴും പറയുന്നു, കുറ്റക്കാരാണെങ്കിൽ ശിക്ഷ കൊടുക്കുന്നതിന് യാതൊരുവിധ തെറ്റുമില്ല. കുറ്റക്കാരാണെങ്കിൽ അർഹിക്കുന്ന ശിക്ഷ അവന് കൊടുക്കണം. പക്ഷേ ഇവർ കുറ്റക്കാരാണോ എന്ന് അറിയുന്നതിന് മുമ്പ് ഇവരെ ഇങ്ങനെ ക്രൂശിക്കുന്നത് വളരെ മോശ പ്രവണതയാണ്. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.